ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രാത്രിയിലെ കുറച്ച് വിശേഷങ്ങളും നാളത്തേക്കുള്ള കുറച്ച് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ രാത്രിയിലെ ഫുഡ് എന്ന് പറയുന്നത് ഇന്ന് പൂരിയും അതുപോലെ തന്നെ ചിക്കൻ കറിയാണ്. അപ്പോൾ കറിക്ക് വേണ്ടിയിട്ട് ചിക്കനും ബാക്കി മസാലയും കാര്യം കൂട്ടൊക്കെ റെഡിയാക്കിയിട്ട് കറി ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതങ്ങനെ വേവാണ്. അതിൻ്റെ കൂടെ തന്നെ ഇതാ പൂരിയും ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്താണ് അമീന് എക്സാമിനുള്ള പഠിത്തത്തിലാണ് കേട്ടോ. അപ്പം പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുക്കളയിൽ തന്നെ ഇരിക്കാൻ പറഞ്ഞതാണ്. എന്നാൽ എനിക്ക് ഇടയ്ക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനും കാര്യമൊക്കെ ഇവിടെ തന്നെ ഇരുന്നിട്ട് പറഞ്ഞു കൊടുക്കാമല്ലോ. അപ്പം വേറെ ആരുമില്ല, ഞങ്ങൾ രണ്ടാളും തന്നെയാണ് അടുക്കളയിലുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഇരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അമീൻ പഠിക്കുകയാണ്. അപ്പോഴത്തേനും ഞാൻ എൻ്റെ ബാക്കി കാര്യങ്ങൾ പോയിട്ട് ചെയ്യട്ടെ. ഫുഡൊക്കെ റെഡിയായതിൻ്റെ ശേഷം അമീൻ്റെ പഠിപ്പിന് തൽക്കാലം ഒരു ബ്രേക്ക് കൊടുത്തിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് കേട്ടോ. അപ്പം പൂരി ഉണ്ടാക്കിയത് കൊണ്ട് പെട്ടെന്ന് തണിഞ്ഞു പോയാൽ പിന്നെ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ചൂടോടെ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തൽക്കാലം ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഡ്യൂട്ടീസ് തുടരും. അപ്പോൾ ഇന്ന് രാത്രിയിലെ ഫുഡിൻ്റെ കാര്യം എന്തായാലും തീരുമാനമായി. ഇനിയിപ്പം ക്ലീനിങ് ആണ് കേട്ടോ. അപ്പോൾ ഇതാ പൂരിയൊക്കെ ഉണ്ടാക്കിൻ്റെ ബാക്കി പൊടിയൊക്കെയാണ്, അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുക. പിന്നെ അടുത്തൊരു ട്രിപ്പ് പാത്രം കഴുകാനായിട്ടുണ്ട്, അതൊക്കെ കഴുകി വെക്കുക. അതൊക്കെയാണ് കേട്ടോ ഇനിയുള്ള പരിപാടി. അപ്പോൾ പാത്രമൊക്കെ കഴുകുന്നതിന് മുന്നേ ആദ്യം തന്നെ ഈ ബേസ് ഒന്ന് നല്ലപോലെ കഴുകിയെടുക്കാൻ കേട്ടോ. അപ്പം ബേസ് ഇങ്ങനെ കഴുകിയെടുത്തിട്ടില്ലെങ്കിൽ, പാത്രമൊക്കെ കഴുകി വെക്കുന്നതിന് മുന്നേ കഴുകിയെടുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു വഴുവഴുപ്പ് ഉണ്ടാവും കേട്ടോ. അത് തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം ഇതൊന്ന് ശ്രദ്ധിക്കണം, ഇങ്ങനെ ബേസിലൊക്കെ വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ. അല്ലാത്ത ഇപ്പം അധികം നെറ്റ് പോലത്തെ പാത്രമൊക്കെ അതിൽ അടിയിൽ വെള്ളം പോകാനുള്ള സിസ്റ്റംസൊക്കെ ഉണ്ടാവില്ലേ. പക്ഷേ എൻ്റെ അടുത്ത് ഇങ്ങനത്തേതാണുള്ളത്. ഏതായാലും ഞാൻ അതൊക്കെ കഴുകി ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്കാണ് ബാക്കി പാത്രങ്ങളൊക്കെ കഴുകി കമഴ്ത്തി വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ രാത്രിയിലെ പാത്രം കഴുകൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം നിരന്ന് കിടക്കുന്ന പാത്രങ്ങളൊക്കെ എടുത്ത് കഴുകി വെക്കലാണ് കേട്ടോ. അപ്പം ഒഴിവാക്കിയിട്ടുള്ള ചട്ടികളും ചെമ്പുകളും ഒക്കെ ഞാൻ കഴുകി വെക്കും. കാര്യം രാവിലെ അത്രയും കുറഞ്ഞു കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ രാവിലെ പാത്രം കഴുകൽ കുറഞ്ഞാൽ തന്നെ വലിയൊരു ഭാഗം പണി തന്നെ കുറഞ്ഞ പോലെ ഉണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ ഇപ്പം പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചട്ടിയും ചെമ്പൊക്കെ ഒന്ന് എടുത്ത് വെക്കും. ബാക്കിയൊക്കെ രാവിലെ വെള്ളം പോയതിൻ്റെ ശേഷമാണ് പ്ലേറ്റും ഗ്ലാസ്സൊക്കെ എടുത്ത് വെക്കുന്നത്. ഇപ്പോൾ ഈ ഭാഗത്തുള്ള വെള്ളം മാത്രം ഒന്ന് തുടച്ചിടുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് ബാക്കി പരിപാടികളുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ കൗണ്ടർ ടോപ്പ് മുഴുവനായിട്ടൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് കിച്ചൺ ക്ലോസ് ചെയ്യുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത പണിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളത്തേക്കുള്ള കുറച്ച് പ്രിപ്പറേഷൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹെൽപ്പാണ് കേട്ടോ. രാവിലത്തെ ഒരു തിരക്കും ബഹളമൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ പച്ചക്കായ മുറിക്കാൻ പോവാണ് കേട്ടോ. അപ്പം കയ്യിൽ നല്ലപോലെ എണ്ണയാക്കിയതിൻ്റെ ശേഷമാണ് ഇത് മുറിക്കുന്നത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കയ്യിലൊന്നും ഒരു തുള്ളി കറ പോലും ആവൂല കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഈ പച്ചക്കായ ഒന്ന് മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ആദ്യം കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മളെ ഒരു ദിവസത്തേക്കുള്ള പാചകം പെട്ടെന്ന് എളുപ്പത്തിൽ തീർക്കാൻ പറ്റിയ ഒരു ഐഡിയ ആണ് കേട്ടോ ഇത്. കാരണം കൂടുതൽ ടൈമും അടുക്കളയിൽ വേസ്റ്റ് ആവുന്നതെന്നുള്ള ആളുകൾ പരാതി മാറാൻ വേണ്ടിയിട്ട് ഈ ഒറ്റൊരു വഴിയാണ് കേട്ടോ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് രാത്രിയൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ രാവിലെ പാചകത്തിനായിട്ട് കുറച്ച് സമയം മാത്രം നിന്നാൽ മതിയാവും കേട്ടോ. ബാക്കിയുള്ള ടൈം ക്ലീനിങ്ങിനും, പിന്നെ മറ്റുള്ള വീട്ടിലിരുന്ന് പഠിക്കുന്നവരാണെങ്കിൽ പഠിക്കുക, പുറത്ത് പോകുന്നവരാണെങ്കിൽ കൂടുതൽ ഹെൽപ്പാവും. അങ്ങനെ നമുക്ക് വേണ്ടിയിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഉപ്പേരിക്കുള്ള കായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ താളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മത്തൻ ചപ്പ് നേരത്തെ പറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മുറിച്ചിടുകയാണ്. അപ്പോൾ കായ നല്ലപോലെ കഴുകിയതിൻ്റെ ശേഷമാണ് കേട്ടോ ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. അങ്ങനെ ആകുമ്പോൾ ഒന്നും ആവില്ല കേട്ടോ, അതിൻ്റെ കളർ വ്യത്യാസം വരുമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനൊക്കെ ഫ്രിഡ്ജിൽ വെക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്.
പിന്നെ അപ്പോൾ ഇനി മത്തൻ്റെ ഇലയൊക്കെ ഇതാ നല്ലപോലെ ഒന്ന് നോക്കുകയാണ്, അതിൽ വല്ല പുഴുവോ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അതൊന്ന് ക്ലീൻ ചെയ്യാണ്. അപ്പോൾ ഇത് താളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതും ഒന്ന് കട്ട് ചെയ്ത് എടുത്ത് വെക്കട്ടെ. പിന്നെ ഉള്ളത് കുറച്ച് ചിക്കൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ചിക്കനും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അതും ഒന്ന് സെറ്റപ്പ് ആക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് സമയം കൊണ്ട് തന്നെ നാളെയുള്ള കറിക്കുള്ള ഐറ്റംസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. കാരണം ഇപ്പം മുറിച്ചിടുന്നല്ലേ ഉള്ളൂ, വെക്കാൻ നിൽക്കുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ എല്ലാം പെട്ടെന്ന് കഴിയും. അപ്പം നാളെ വേവിക്കാനായിട്ട് മാത്രമല്ലേ നിൽക്കുന്നുള്ളൂ, അപ്പോഴും സമയം ലാഭമാണ് കേട്ടോ. അപ്പോൾ ഇതാ ഉപ്പേരിൻ്റെതായി, കറിയായി, അതുപോലെ തന്നെ ചിക്കനൊക്കെ പൊരിക്കാൻ വേണ്ടിയിട്ട് തന്നെ മസാലയൊക്കെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ അരിയും കൂടെ വെള്ളത്തിലിട്ടുണ്ട്, അതും കൂടെ ഒന്ന് അരച്ചെടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ഇതാ പറഞ്ഞ പോലെ അരി അരക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ സാധാരണ അരച്ച് കലക്കി ഒഴിക്കുന്ന ദോശയല്ലേ, ആ ദോശയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. പതച്ച ദോശയൊന്നല്ല, ഉഴുന്ന ദോശയൊന്നല്ല കേട്ടോ, സാധാരണ ദോശ. അപ്പോൾ അതും കൂടെ ഞാൻ അരച്ചിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ രാവിലെ ആകുമ്പോൾ പെട്ടെന്ന് അരക്കാനൊന്നും നിൽക്കണ്ടല്ലോ. രാവിലെ ഫുൾ എണീക്കുന്ന ടൈമിന് ഫ്രീ ആയി എണീക്കുക. ഒരു അതുണ്ടാക്കണമല്ലോ, ഇത് ചെയ്യണമല്ലോ, കുറേ പണികൾ കൂട്ടി വെച്ചിട്ട് ചെയ്യാതെ നല്ല ഈസി ആയി ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കേട്ടോ ഇത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ എന്തിനാ ഇപ്പോൾ രാത്രിയിൽ തന്നെ ചെയ്ത് വെക്കുന്നത്, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ട്, ഇതൊക്കെ അപ്പം ചെയ്താൽ പോരെ എന്നുള്ളതിനും കാട്ടിലും നല്ലത് രാത്രിയിൽ കുറച്ച് സമയം മാറ്റി വെക്കുകയാണെങ്കിൽ പകൽ കുറേ സമയം നമുക്ക് ഫ്രീ ആയിരിക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ വഴികളാണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇനി ഞാനിപ്പോൾ രാത്രിയിൽ കുടിക്കാനും കൂടെ ഉള്ള വെള്ളം ഒന്ന് എടുത്തിട്ട് തിളപ്പിച്ച് വെക്കുകയാണ്. അപ്പോൾ രാത്രി കിടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് എന്തായാലും വെള്ളം വേണ്ടി വരും കേട്ടോ കുടിക്കാൻ. അപ്പോൾ ആ വെള്ളം തിളപ്പിക്കുന്നതിന് മുന്നേ ഈ കെറ്റിലൊന്ന് നല്ലോണം കഴുകാൻ പോവുകയാണ്. കാരണം ഇന്ന് പകൽ രാവിലെ കഴുകിയതിൻ്റെ ശേഷം പിന്നെ കുറേ ടൈം വെള്ളം വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒന്ന് കഴുകി ക്ലീൻ ചെയ്തിട്ട് അതും കൂടെ എടുത്ത് അതിൽ വെള്ളം തിളപ്പിച്ചിട്ട് മാറ്റി വെക്കാൻ പോവുകയാണ്. ഇനിയപ്പോൾ അടുത്ത പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗ്യാസ് സ്റ്റൗവിൻ്റെ ഏരിയയും അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പിൻ്റെ ഭാഗങ്ങളും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യലാണ് കേട്ടോ. അപ്പോൾ ക്ലീൻ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായ ക്ലീനിങ് ഒന്നും അല്ല കേട്ടോ, ജസ്റ്റ് ഒരു തുടക്കലാണ്. അപ്പോൾ ഈ ക്ലോത്തിൽ കുറച്ച് പെനോയിലൊക്കെ ആക്കിയിട്ട് ഒന്ന് എല്ലാ ഭാഗങ്ങളും ഒന്ന് ക്ലീൻ ചെയ്ത് അങ്ങ് പോവുകയാണ് കേട്ടോ. ജസ്റ്റ് ഒരു തുടക്കൽ മാത്രം, ഒരു 5 മിനിറ്റിൽ താഴെ മാത്രം വരുന്ന കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ എണീറ്റ് വരുന്ന സമയത്ത് നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏതായാലും ഈ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനി വാഷ് ബേസിൻ്റെ ആ ഏരിയയും കൂടെ ഒന്ന്, ആ സിങ്കും കൂടെ ഒന്ന് നല്ല പോലെ ക്ലീൻ ചെയ്യാനുണ്ട്. കാര്യം രാവിലെ ഒരു തവണ ചെയ്തതാണ് എങ്കിലും കുറേ പാത്രങ്ങളും എല്ലാം അതിലൂടെ കഴുകി പോണത്. അപ്പം അതിൻ്റെതായ ഒരു അഴുക്കും മെഴുക്കും ഒക്കെ അതിൽ നന്നായി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പോവാൻ വേണ്ടിയിട്ട് ഒന്ന് ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഉരച്ച് കഴുകുന്നുണ്ട്. ഇതോടെ നൈറ്റ് ക്ലീനിങ് റൊട്ടീനും ഇവിടെ കഴിയും കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. ചാനൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ, ഇതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ ബാർ ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.